ഇപ്പം ഞങ്ങളുള്ളത് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് പണി ഇപ്പം നിലവിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണിത്. തേപ്പ് ഏതാണ്ടൊക്കെ 3/4 ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു റൂമും കുറച്ച് ഭാഗം കൂടി തേക്കാനുണ്ട്. അപ്പം ഞാൻ പണിസ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ. ഇവർ തേപ്പുകാർ വന്നതിന് ശേഷം മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു പണിക്കാരുള്ള സമയത്ത് വരാനോ വീഡിയോ പിടിക്കാനൊന്നും കഴിയലില്ല. അങ്ങോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പിന്നെ മഴയായിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് പിടിക്കാമെന്ന് ചോദിച്ചു കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കാരണം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല വൃത്തിയുണ്ട് തേപ്പൊക്കെ കേട്ടോ. അപ്പോൾ അവർ നമ്മളെന്താ പറയുക ഒരു മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തേച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളെ കാരണം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ നനയ്ക്കാൻ വരുന്ന സമയത്ത് പറ്റുന്ന ഇതാട്ടോ. അതുപോലെ ഇവിടെ എവിടെയുണ്ട് അതൊക്കെ ഒരു ശരിയാക്കിയെന്ന് തോന്നുന്നേ. പിന്നെ അതുപോലെ മോൾ ഭാഗത്ത് ഇതൊക്കെ ഞങ്ങൾ നനയ്ക്കാൻ വരുമ്പം നനയ്ക്കുന്ന സമയത്ത് അതായത് അപ്പുറം തേച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉണങ്ങിയില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ നനയ്ക്കാൻ വരും. ഏട്ടനോ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്താക്കും ഞങ്ങളെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാട്ടോ. അല്ലാതെ നല്ല വൃത്തിയുള്ള തേപ്പാണ്. നല്ല ഭംഗിയായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ നനയ്ക്കാൻ വന്ന അച്ഛനും മക്കളും ആരൊക്കെയാണെന്ന് നനച്ചേ? നീ ഇല്ലെന്നല്ലേ നനയ്ക്കാൻ? അച്ഛൻ തന്നെയല്ലേ? അത് ചേട്ടാനെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. മൂപ്പര് പൈപ്പങ്ങ് വലിച്ചോണ്ട് പോകുമ്പോഴേ ഇവര് പക്ഷെ പറയലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പറ്റിയ നിങ്ങൾക്ക് പറ്റണ്ട വെച്ചിട്ട് പറയാം കേട്ടോ. ആർക്കും ഇവർ പറയലുണ്ട് നിങ്ങൾ പൈപ്പ് പിടിച്ച് നനയ്ക്കരുത്, നിങ്ങൾ വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കാവുള്ളൂ എന്നവർ പറയലുണ്ട്. പക്ഷേ എളുപ്പത്തിന് ഈ പണി കഴിഞ്ഞ് വരുന്നതാണല്ലോ, അപ്പോൾ എളുപ്പത്തിന് ചെയ്തു പോകണമാണ് ഈ പൈപ്പ് പിടിച്ച് നനക്കല്. അങ്ങനെ 1-2 സ്ഥലമൊക്കെ പോയിട്ടുണ്ട്. ഇവരിപ്പോൾ പല പ്രാവശ്യമായിട്ട് പോയ സ്ഥലമൊക്കെ നമുക്ക് വീണ്ടും നല്ല റെഡിയാക്കി തന്നാണ് കേട്ടോ. മൊത്തത്തിലൊന്ന് പിടിച്ചു കൊടുത്തേടാ, മൊത്തത്തിലൊന്ന് പിടിച്ച് അവിടെ അല്ല അങ്ങോട്ട് ഇറങ്ങി. ഇതാണ് അവസ്ഥ. ഒന്ന് ആ ഫ്രണ്ടിൽ അവിടെ ഒന്ന് പിടിച്ചു നോക്കണേ. ഫ്രണ്ട് ഭാഗം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ കുറച്ച് പണികളും കൂടി ഉള്ളൂ. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. വാ ഭാഗത്തേക്ക് വാ. ചെറിയൊരു സിറ്റ് ഔട്ട് കേട്ടോ, ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ ഒന്നും ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു കുഞ്ഞിന് കാണാൻ തേച്ചത് കണ്ടില്ലേ, തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവരെ പണി കഴിഞ്ഞത് നീ ഇവിടെ ഇനി ഈ റൂമാണ് കേട്ടോ നമുക്ക് തേക്കാൻ. ഈ റൂമ് തേക്കാനും കൂടിയുള്ളൂ. ഈ റൂമ് തേക്കാനും ഈ ഭിത്തി സൈഡ് തേക്കാനും ഉണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ കാര്യമൊന്നും വേണ്ട. ബാത്റൂമിൻ്റെ ഭിത്തി ഇത് റെഡിയാക്കി ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെയായിട്ട്. അപ്പോൾ അത് അവരവിടെ കോൺക്രീറ്റ് ചെയ്ത് തന്നു. ഈ ഭാഗം ക്ലിയർ ഉണ്ടോ അവിടെ? അത് കാണുന്നുണ്ടോ? ഇനി ഞാൻ നമ്മളെ തേച്ച് അതിനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചതില്ലേ ബാത്റൂമിൻ്റെ അവിടെ വരെയായി. പിന്നെ അനിഫാക്ക് ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അനിഫാക്കിനെ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പൈസ കുറഞ്ഞ്. ഇത്രയും പൈസ എന്ന് പറഞ്ഞാൽ മാക്സിമം ഞങ്ങൾ പലരെ കാണിച്ചിട്ടും എല്ലാവരും പറഞ്ഞതിലും കുറഞ്ഞ ഒരു എമൗണ്ട് അനിഫാക്ക പറഞ്ഞത് കേട്ടോ. ഇനി ബാക്കിയുള്ളതിനും ഞാൻ അതിൽ 25,000 രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടാണ് ഈ പണി. അത് ശരിയാണ്. ഞാൻ കൊടുത്തതിന് 20,000 കുറച്ചും തന്നു. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എടുക്കാനുള്ള ഭാഗമാണെങ്കിലും കാണിച്ചു കൊടുത്തതിൽ എല്ലാവരും കാണിച്ചു കൊടുത്തതിലും കുറഞ്ഞ പൈസ തന്നെയാണ് അനിഫാക്ക പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. തേച്ച് ചേട്ടന്മാർ നമ്മളെ ഭിത്തി തേക്കുന്ന ചേട്ടന്മാർ അവിടെ ഉണ്ട്. പക്ഷെ അവര് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊടി അവര് പണി കഴിഞ്ഞിട്ട് നാളത്തോടു കൂടി ഇവിടുത്തെ പണി തീരാണ്. മറ്റന്നാളത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം ഇവിടെ പൂർത്തിയായി. അപ്പോൾ തേപ്പ് നമ്മളെ വീട് തേച്ച് ചേട്ടന്മാര് ഡ്രസ്സ് മാറ്റാം. അവർ കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
നിലവിൽ ഇതൊക്കെയാണ് ആയിരിക്കണത്. നമ്മൾ ഈ പൊടി നേരത്തെ അനിഫക്ക ആ ഇവിടുത്തെ എന്തിട്ടായി പോയി അതാ വേസ്റ്റ് കളയും. നാളെ പ്ലംബിംഗ് ഇവിടെ ചെയ്തിട്ടില്ല ചെയ്യൂല കേട്ടോ. അതുകൂടി പറഞ്ഞ നാളെ പ്ലംബിംഗ് ചെയ്തില്ല ചെയ്യൂല. പിന്നെ ആദ്യ കഴിഞ്ഞ ചിരിയാണോ? എന്താണ് ഉദ്ദേശിച്ചത്? വലുതായിട്ട് എന്താണ് ഉദ്ദേശിച്ചത്? ആയിക്കോട്ടെ, കപ്പലിലെ ആയിക്കോട്ടെ, ഷിപ്പിലേക്ക് അത് ഞാൻ അംഗീകരിച്ചു. ഷിപ്പിലേക്ക് അച്ഛനെ അമ്മനെ എന്താക്കും? ആരോക്കും കണ്ണോട് നോക്കുന്ന കാര്യമല്ല. നമുക്ക് കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിച്ചാൽ കഴിഞ്ഞു പോണേ. ആ പെണ്ണ് പറയുമ്പോൾ ഈ കേൾക്കൂല. അപ്പൊ അച്ഛനെ അമ്മനെ എനിക്ക് നോക്കൂല. എല്ലാരും അനുഭവമാണ്. ഉള്ള ഡയലോഗ് അപ്പൊ ഉണ്ടാവും. ഇവരെ നോക്കിയാൽ മതി. അമ്മ നോക്കേണ്ട. അമ്മ കഷ്ടപ്പെട്ട് ഈ കണ്ടല്ലോ എവിടെന്നൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കാട്ടിട്ട് അവർ നിന്നോളെന്ന് ഞാൻ അത് കണ്ടാൽ മതി. നമുക്കതിനുള്ള സന്തോഷമാണ്. എനിക്ക് ഉമ്മല്ല, ആ ടെൻഷൻ ഞാൻ അറിയില്ല. ഈ നോമ്പിൽ എൻ്റെ ഉമ്മ ഇല്ലാതായി. ഒരു വർഷമായി എൻ്റെ ഉമ്മ മരിച്ചിട്ട്. ഇതുവരെ എനിക്കൊരു ടെൻഷൻ. ഇനി ഞാൻ ടെൻഷൻ അറിയില്ല. ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ വീട് രണ്ടാളും മതിയില്ലേ? ഇവര് രണ്ടാളും ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും രാവിലെ വൈകുന്നേരം വന്നവർക്ക് ഒരു കട്ടൻ ചായ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത്രയും മലയുടെ മുകളിലായിരുന്നു. നിങ്ങളുടെ നാളെ ഞങ്ങള് മന്തി കൊടുക്കുന്നുണ്ട്. നാളെ ബീഫ് മന്തി ഉണ്ട്. ഇതുവരെ ചായ ഇതൊന്നും കൊടുക്കാത്തതിന്റെ ടെൻഷൻ നാളെ സാമ്പത്തികമില്ല. എന്താണെങ്കിലും സന്തോഷമായിട്ട് നല്ല വൃത്തിയായിട്ട് ഓല് ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കയ്യബദ്ധത്തിന് പറ്റിയ കാര്യങ്ങളൊക്കെ ഒരു നേരത്തെ തരും. നിങ്ങളുടെ പേരെന്താ? ആർക്ക് തേപ്പാരമാണെങ്കിലും അടിപൊളി തേപ്പാണ്. പക്ഷെ എന്റെ പണിക്കാരനാണെങ്കിലും വിൽസനെ വിളിച്ചോളി. പിന്നെ പോക്കുണ്ട് അടിപൊളി. അത് നമ്മൾ ഭയങ്കര ഫ്രണ്ടിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോ എന്താ പറയാ അറിയാത്ത സന്തോഷം. കാരണം ഇത്രയും നാളും ആ ഷെഡിൽ നിന്നിട്ടേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ചൊരു ഭിത്തി എന്താ പറയാ, എനിക്ക് പറയാനറിയില്ല എന്താന്ന് പറയണ്ടത്. ഇങ്ങനെ ഒരു സ്റ്റെയറൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ദൈവം സഹായിച്ച് ഇത്രയൊക്കെ ആയല്ലോ. ഇതന്നെ വലിയ സന്തോഷമായിട്ട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കാണാം, പുറകെ കാണാം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ. വൈകുന്നേരം കാണാം കേട്ടോ. കുടുവിനെ കൊണ്ടുവരാം കേട്ടോ.